Hello guys, welcome back to my YouTube channel and welcome back to part 2 of my Greece trip. ഇത് കുറച്ച് പഴയ വീഡിയോ ആട്ടോ. നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മൾ ഗ്രീസിലെ സാന്റോറിനി എന്ന് പറഞ്ഞൊരു പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ പാർട്ട് 1 ഞാൻ അപ്പം തന്നെ അപ്ലോഡാക്കി. പാർട്ട് 2 സംഹൗ ഞാൻ മിസ്സായി. സോ ഞാൻ വിചാരിച്ചു ഇപ്പം ആഡ് ചെയ്യാമെന്ന്. കാരണം ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലൈഫിൻ്റെ ഡോക്യുമെൻറ്റേഷനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാ നല്ല മെമ്മറീസും നമ്മൾ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ട് സാന്റോറിനിലെ ഫിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡെസിറ്റെറ എന്ന് പറഞ്ഞൊരു അടിപൊളി റിസോർട്ടിലാട്ടോ നമ്മൾ ആദ്യത്തെ 2 ദിവസം സ്റ്റേ ചെയ്തത്. അപ്പം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന ആ സ്ഥലത്ത് നിന്ന് താഴോട്ട് നോക്കുന്ന വ്യൂ ആണിത്. ഇവിടെ കുറേ കോട്ടേജസ് ഉണ്ട്. അതിലെ ഹണിമൂൺ കോട്ടേജാണ് നമ്മൾ ഫസ്റ്റ് 2 ഡേയ്സിലേക്ക് എടുത്തത് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മളൊരു ഡ്രോൺ ഷോട്ട് എടുത്തു കേട്ടോ. കാരണം മുകളിൽ നിന്ന് എൻ്റെ വില്ല നമുക്ക് കാണാൻ പറ്റും. ഡ്രോൺ ഷോട്ട് എടുക്കുമ്പോൾ ഭയങ്കര രസമുള്ള വ്യൂ ആട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു സെമി പ്രൈവറ്റ് യോട്ട് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്രീസിലേക്ക് വന്നപ്പം ഇതിൻ്റെ ഫുൾ പ്ലാൻ നമ്മൾ തന്നെയാട്ടോ എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ റിസോർട്ടിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് സെമി പ്രൈവറ്റ് ഓർ പ്രൈവറ്റ് യോട്ട് ട്രിപ്സ് ഉണ്ട്, നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിത് ബുക്ക് ചെയ്തതാണ്. രാവിലെ 8 ആയപ്പോൾ തന്നെ അവർ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ സ്ഥലത്തെത്തി. ഇത് സെമി പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല, ഭയങ്കര ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂടെയുള്ള ബാക്കി പാസഞ്ചേഴ്സ് ഇവരൊക്കെ ആട്ടോ. അപ്പം നമ്മൾ യോട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ സാൻഡൽസ് അവിടെ ഒരു ബക്കറ്റ് ഉണ്ടാവും, അവിടെ റിമൂവ് ചെയ്തിടണം. അപ്പം ഇതാട്ടോ കയറി അകത്തുള്ള വ്യൂ. സെമി പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ. നമ്മൾ കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ തരും. പിന്നെ ഡ്രിങ്ക്സ് അൺലിമിറ്റഡ് ആട്ടോ, എത്ര വേണം നമുക്ക് എടുക്കാം. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചും നമുക്കുണ്ടാകും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 3 മണി വരെ ഉണ്ടാകും. ആ ഒരു സമയത്തിൽ ആ ഒരു ഐലൻഡ് ഫുള്ള് ചുറ്റി കാണിക്കും. അപ്പം ഇടയ്ക്ക് ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തി നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം, സ്വിമ്മിങ് ഒക്കെ അറിയാവുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. കാരണം കുറേ സ്ഥലത്ത് അവർ നിർത്തും. ഏകദേശം ഇങ്ങനെ ബീച്ച് പോലെ വരുന്ന സ്ഥലത്തായിട്ട് അവരൊക്കെ കൂടുതലും നിർത്തുന്നത് കോർണർ സൈഡിലായിട്ട്. അവിടെ തീരെ ഡെപ്ത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കിങ്ങനെ നിലം കാണാൻ പറ്റും. എന്നാൽ നമുക്ക് സ്വിം ചെയ്യാനുള്ളൊരു ഡെപ്ത് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഭയങ്കര സേഫ്റ്റി ആട്ടോ. ഇവിടെ 2 സ്വിമ്മേഴ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള സ്വിമ്മേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും. എന്താവശ്യം വന്നാലും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് എല്ലാ സേഫ്റ്റി മെഷേഴ്സും കൂടി അവർ ചെയ്യുന്നത്. ലൈഫ് ജാക്കറ്റ്സ് വേണ്ടവർക്ക് തരും. അങ്ങനെ പിന്നെ നമ്മളൊരു ഡ്രോൺ ഷോട്ട് മുകളിൽ നിന്ന് എടുത്താട്ടോ. അപ്പോൾ ഈ സമയത്ത് സ്റ്റാഫ് പാരലി ഫുഡ് ഉണ്ടാക്കും. നോൺ വെജ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത്. കുറേ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പുറത്തിരുന്നപ്പോൾ നമ്മൾ ഭയങ്കര ടാൻ ആയി കേട്ടോ. നമ്മുടെ ഈ സ്കിൻ കളറിന് കുറേ നേരം പുറത്തിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ അകത്ത് വന്നിരുന്ന് ബാക്കി കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഒരു കറക്റ്റ് 3 മണി ആയപ്പോൾ തന്നെ നമ്മുടെ യോട്ട് ട്രിപ്പ് കഴിഞ്ഞു. നമ്മളെ എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ കൊണ്ടാക്കി. പിന്നെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് അവർ വാൻ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഈ വെയിൽ കൊണ്ടിട്ട് കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫിറ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഈ റിസോർട്ട് ഇരിക്കുന്നത് ഫിറ ടൗണിലാണ്. അപ്പോൾ അവിടെ ഒന്ന് നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തിറങ്ങി. ചെന്നപ്പോൾ തന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഇത് ലാവ വാനില ഐസ്ക്രീമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ മെയിനായിട്ട് അവിടെ കാണാനുള്ളത് കുറേ ഷോപ്സ് ഉണ്ട്. ആ സ്ട്രീറ്റിൽ കൂടെ നടന്ന് കാണാൻ മാത്രം ഷോപ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും ഈ ഈവനിങ് ടൈമിൽ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു പീക്ക് ടൈം ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ഉണ്ട്. എനിക്കൊന്ന് സാധാരണക്കാല റേറ്റ് ഉണ്ട്. പിന്നെ എല്ലാ ഷോപ്സും ഭയങ്കര അട്രാക്റ്റീവ് ആട്ടോ. ഈ ബ്ലൂ വൈറ്റ് കളർ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റ്, പിന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ബാഗുണ്ട്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബാഗുണ്ട്, ഷൂ ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ ഈ പാസ്ത വാങ്ങി. ഇത് ചിക്കൻ പാസ്തയാണ്. പിന്നെ ആൽബി എന്താ വാങ്ങിയത്, ഈ കാണുന്ന സാധനം വാങ്ങി. എനിക്കിതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഗ്രീക്ക് യോഗേർട്ട് ആട്ടോ. കാരണം ഒതൻറ്റിക് ഗ്രീക്ക് യോഗേർട്ട് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ഒരു പബ്ബിൽ ഞാനിത് കണ്ടപ്പം ചുമ്മാ എടുത്താട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ ഡെസിറ്റേറിയയിലെ ലാസ്റ്റ് ദിവസം ആട്ടോ. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഞാൻ ഈ ബ്രെഡ് ആൻഡ് എഗ്സ് ആട്ടോ കഴിച്ചത്. ആൽബി പാൻ കേക്കും വിത്ത് ക്രീം ആൻഡ് സ്ട്രോബെറിയാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് ഇനി പോകുന്ന റിസോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ATV റെൻറ്റിന് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വന്നു. ഇവർ നമ്മുടെ ലഗേജുമായിട്ട് ആദ്യം പോയി കേട്ടോ. അപ്പം ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇനി സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം എവിടെയാണ്.
നമ്മൾ സാന്റോറിനിയിൽ തന്നെ ഏറ്റവും ഫേമസ് പ്ലേസ് ആയിട്ടുള്ള ഇയയിലാണ് ഇനിയുള്ള നെക്സ്റ്റ് ദിവസം 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കാറും വാനും ഒന്നും വരത്തില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം നമ്മുടെ ലഗേജുമായിട്ട് നടക്കണം. അപ്പം നമ്മുടെ കയ്യിൽ വേറെ 2 ലഗേജ് ഉണ്ട്. അപ്പം ഈ ചേട്ടൻ നമ്മുടെ ബാക്കി ലഗേജും എടുത്തുകൊണ്ട് പോവാണ്. അപ്പം കുറച്ച് ദൂരം നമ്മളിങ്ങനെ തലയിലൊക്കെ ആ ചേട്ടൻ വെച്ച് പോകുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ എടുത്തോളാം. പക്ഷെ അവർ സമ്മതിക്കില്ല കേട്ടോ. കാരണം ആ റിസോർട്ടുകാർ തന്നെ വിട്ടതുകൊണ്ട് അവർ നമ്മളെ സമ്മതിക്കില്ല എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പം ഇതിൽ ശരിക്കും ക്ലിഫ് ടോപ്പിലുള്ള ഒരു ബ്യൂട്ടിഫുൾ വില്ലയാണ്. പക്ഷേ ഇതിലേതാണെന്ന് അറിയില്ല. നമുക്ക് എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വില്ലയുടെ പേര് ഡിക്കാറ്റ ഡി ഇയ എന്നാണ്. അപ്പം ആ ചേട്ടനെ ഫോളോ ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇയ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒരു കോസ്റ്റൽ ടൗൺ ആട്ടോ. അപ്പം അതിൻ്റെ ക്ലിഫ് ടോപ്പിൽ തന്നെ ശരിക്കും സീ വ്യൂ ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്ന ഒരു വില്ലയാണ് നമ്മൾ ഇനിയുള്ള 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലയിൽ പോയി ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു കേട്ടോ. അവിടെ ജസ്റ്റ് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്യാം. കറക്റ്റ് 3 PM ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഇവിടുന്ന് താഴോട്ടുള്ള സീ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പം ഞാനിത് ഓർഡർ ചെയ്ത് ചിക്കൻ സൊവാങ്കിയോ അങ്ങനെ എന്തോ ഒരു സാധനം, പിന്നെ ഇത് ചിക്കൻ ഫില്ലറ്റ്സ് ആൻഡ് റൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ വില്ലയിലെത്തി കേട്ടോ. കറക്റ്റ് 3 PM ആയപ്പോൾ തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. എന്ത് ഭംഗിയാണ് നോക്കിയേ. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോയിട്ട്. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും ക്ലിഫ് ടോപ്പിലുള്ള ഒരു വില്ല എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നു. കേവ് വില്ല എന്നാട്ടോ ഇതിന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അകത്തെ വ്യൂ. നല്ല സ്പേഷ്യസ് ഒരു ലിവിങ് റൂം ഉണ്ട്. പിന്നെ ഇതൊരു വാഷ്റൂം. പിന്നെ നമുക്ക് ബെഡ്റൂമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു കേവിൻ്റെ അകത്ത് കിടക്കുന്ന പോലെ. അപ്പം ഈവനിങ് ഒരു ഗോൾഡൻ അവറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഡ്രസ്സൊക്കെ മാറി ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നേ കേട്ടോ. ഗോൾഡൻ അവറിൽ അവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും വൈറ്റ് ബ്ലൂ കളർ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നൈറ്റിൽ ഞങ്ങൾ ചുമ്മാ പുറത്തിറങ്ങിയതാട്ടോ. എനിക്കൊരു ഡ്രസ്സ് നോക്കണമായിരുന്നു. ആ ഡോം ഷേപ്പ് ചർച്ചിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഫുൾ ഡ്രസ്സാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ എനിക്ക് ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഫ്ലൈയിങ് ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്, അപ്പോൾ അത് ഒരെണ്ണം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ആ റിസോർട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് അവർ തന്നെ ചെയ്തു തരും കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുഡിൻ്റെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആട്ടോ. ചെറിയൊരു പോർഷനൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുറച്ച്. കാരണം നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് അധികം വെയിലില്ലാതെ നല്ല സ്പോട്ടിൽ ഫോട്ടോസ് എടുക്കാം. പിന്നെ ഗ്രീസിലെ ഇയ ടൗണിലെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോം ഷേപ്പ് ബിൽഡിങ്സ് ഒക്കെയുള്ള ആ ചർച്ചിൻ്റെ ഒക്കെ അവിടെ നിന്ന് നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ, ക്രൗഡഡ് ഒന്നും അല്ലാത്ത ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് പോകണം. 5 മണിക്കോ 6 മണിക്കോ ഒക്കെ വെട്ടം വരുമ്പോൾ തന്നെ പോയി എടുക്കുവാണെങ്കിൽ ക്രൗഡ് ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സമയത്തൊക്കെയാണ് ഫ്ലൈയിങ് ഡ്രസ്സിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ട് ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇന്ന് മെയിനായിട്ടും വരുന്നത് വാട്ടർ ആക്ടിവിറ്റീസ് ആട്ടോ. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ നിന്ന് ഒരു 30 minutes 45 minutes ഒക്കെ ദൂരെ ഒരു ബീച്ചിൽ വെച്ചിട്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈയിങ് ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ടല്ല കേട്ടോ, അല്ലാതെ സാധാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പോവാണ്. അവിടെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ മനസ്സിലുള്ളത് പാരാസെയിലിംഗ് ആയിരിക്കും. അപ്പം ഞാൻ ഈ ഷർട്ട് ഇട്ടേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളതുകൊണ്ട് ടാൻ ആവാണ്ടിരിക്കാനാട്ടോ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടെ 5 മണി വരെ എങ്ങാണ്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പം ഇതേ നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇത് ഫീറ ഇയ പോലത്തെ വേറൊരു ടൗൺ ആട്ടോ. കറക്റ്റ് ആ ടൗണിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇവിടെ ഈ ബീച്ചിലാണ് നമുക്ക് ആക്ടിവിറ്റീസ് വരുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് എവിടുന്നെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഉള്ളത് നോക്കാം. നമുക്ക് ഏതൊക്കെ ചൂസ് ചെയ്യണം നോക്കാം. നമ്മൾ 2 ആക്ടിവിറ്റീസ് ആട്ടോ ചൂസ് ചെയ്തത്. ഒന്ന് ജെറ്റ് സ്കീയിങ്ങും പിന്നെ 2 സർഫിങ്ങും. ജെറ്റ് സ്കീയിങ് ഞാനും ആൽബി ഒരുമിച്ചാണ്
ആൽബി ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തു, ഞാൻ ബാക്കിൽ ഇരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജെറ്റ് സ്കീ ചെയ്യുന്നത്. എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സർഫിങ് ആൽബി മാത്രമേ ചെയ്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇതൊരു നോൺ വെജ് പ്ലാറ്ററാണ്. ഇതിൽ ബീഫ്, ചിക്കൻ, പോർക്ക്, വെജീസ് എല്ലാം ഉണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് നമ്മൾ ഈവനിങ് ആയപ്പോൾ എത്തി കേട്ടോ. അപ്പം കറക്റ്റ് ആ ഗോൾഡൻ അവർ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഡ്രോൺ ഷോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇതിലേക്കൂടെ നടക്കുക. നമ്മുടെ വില്ലയൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോകുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ബിൽഡിങ്സും സീയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ. ഇന്ന് രാവിലെ എനിക്ക് ഫ്ലൈയിങ് ഡ്രസ് ഫോട്ടോഷൂട്ട് ഉണ്ട്. ആ ഒരു ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1 അവറിലെ ഷൂട്ടാണ്. ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, വീഡിയോസൊന്നുമില്ല. പക്ഷേ മെയിൻ ലൊക്കേഷൻസ് ഒക്കെ അവർ കവർ ചെയ്ത് ഫോട്ടോസ് എടുത്ത് തരും. ഇത് 1 അവറിലേക്ക് 240 യൂറോസ് ആട്ടോ വരുന്നത്. ആ ഒരു മണിക്ക് വെർത്താണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ എനിക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ 11 ഒക്കെ ആയപ്പോൾ നമുക്ക് ചെക്കൗട്ടാണ്. നമുക്ക് വാൻ അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഗ്രീസിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. എനിക്കെന്തോ ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. ഇനി എനിക്ക് തിരിച്ച് പോകാൻ തോന്നുന്നുണ്ട്. അതായത് ഇനി ഞാൻ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ആയിരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.